ഇതുപോലത്തെ പുട്ടുകുറ്റി പുട്ടുണ്ടാക്കാൻ മാത്രമല്ല ഇത് വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിതാ ഇതുപോലെ പഴം എടുക്കാം. ഞാനിപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഈ പുട്ട് മേക്കറിൽ വെച്ചിട്ട് നമ്മൾ കുക്കറിന്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, ഒരു 30 സെക്കൻഡ് എല്ലാം മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഈ പഴം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം പഴമൊക്കെ തിന്നുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് കണ്ടോ, ഇത് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. രാവിലെ പഴവും മുട്ടയും കഴിക്കുന്നവർക്ക് നല്ല സൂപ്പർ ഐഡിയ ആണ് കേട്ടോ ഇത്. രണ്ടും ഒരുമിച്ചിട്ട് ഇതുപോലെ ബോയിൽ ചെയ്തെടുത്താൽ മതി. കുറെ സമയമൊന്നും വേണ്ട, ജസ്റ്റ് 1 മിനിറ്റിന് താഴെ മാത്രം മതിയാവും. ഇതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിളും കുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ക്യാരറ്റ് ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാബേജോ അല്ലെങ്കിൽ മഷ്റൂമോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ഇതേപോലെ ഇട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് സമയം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ നല്ല പോലെ കുക്കായിട്ട് വരും. അപ്പോൾ ഡയറ്റ് എല്ലാം നോക്കുന്നവർക്ക് വെജിറ്റബിൾ ഇതുപോലെ കുക്ക് ചെയ്തിട്ട് കഴിക്കാം. അപ്പൊ ഇത് കണ്ടോ, നമ്മുടെ ക്യാരറ്റ് എല്ലാം നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പെല്ലാം ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അടിപൊളി ട്രിക്കാണ് കേട്ടോ. കുറച്ച് മാത്രം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാത്രമൊന്നും വെക്കാണ്ട് ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ചെറിയൊരു കഷ്ണം ക്യാരറ്റും അതേപോലെ തന്നെ ഒരു പകുതി പഴവും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇത് രണ്ടും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. കുറച്ച് സമയം ആവി വന്നാൽ തന്നെ ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് നമുക്കിത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ഒരു 4-5 ഈത്തപ്പഴം അതിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ചിട്ട് ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ഹണി ചേർത്താലും മതി. ഇതിപ്പോ പഴവും ഈത്തപ്പഴം ആയതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പൊ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് നമുക്ക് റെഡിയാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ജ്യൂസിന്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഞാനിതാ ചോറാണ് ചൂടാക്കുന്നത്. തലേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ബിരിയാണിയും നെയ്ച്ചോറെല്ലാം നമുക്ക് ഇതേപോലെ ചൂടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ഈ പുട്ട് മേക്കറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒരു 30 സെക്കൻഡെല്ലാം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്താൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ആവി പറക്കുന്ന ചോറ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. സാധാ നോർമൽ ചോറും ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് പുട്ട്, ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരി അതെല്ലാം ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ അതിൽ വെള്ളമൊന്നും കയറാണ്ട് നല്ല അടിപൊളിയായിട്ട് പുതിയ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, നല്ല ആവി പറക്കുന്ന ബിരിയാണി നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ സ്നാക്കെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോ എല്ലാം പുഴുങ്ങിയെടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കാം. ഇതുപോലെ തന്നെ മുട്ടയും ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചില സമയത്തെങ്കിലും നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം കയറിയിട്ട് ഉടഞ്ഞു പോകലുണ്ട്. പക്ഷെ നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ വെള്ളമൊന്നും കയറാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പുഴുങ്ങാൻ വേണ്ടി പറ്റും. മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല, ഇത് കുറച്ച് കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയർ കമന്റും ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ.